ട്രെയിൻ ബോഗി ഉൾപ്പെടെ നിർമ്മിക്കുന്ന ചേർത്തലയിലെ ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ്. ഇവിടുത്തെ 270-ലധികം തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് 100 ദിവസം കഴിഞ്ഞു. തൊഴിലാളികളുടെ അവസ്ഥ തീർത്തും ഏറ്റവും ശോചനീയമായൊരവസ്ഥയിലാണ്. അതായത് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, ജോലിക്ക് വരാൻ വണ്ടിക്കൂലി പോലും ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ ഏകദേശം 3.5 മാസത്തോളമായിട്ട് നമുക്ക് ശമ്പളമില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മളെങ്ങനെ മുമ്പോട്ട് പോകുന്നു, ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് മാനേജ്മെൻറ്റിന് യാതൊരു വിചാരവുമില്ല. നിലവിലിവിടെ പ്രൊഡക്ഷൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ ഉള്ള തൊഴിലാളികളെ വെച്ച് എടുക്കുന്നത് പോലും കൃത്യമായിട്ട് കയറ്റി വിടാനോ അത് ഡെസ്പാച്ച് ചെയ്ത് പൈസ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവുമില്ല. തൊഴിലാളികളെ അങ്ങേയറ്റം മാനസികമായും ശാരീരികമായും അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, നമ്മുടെ ഈ PF-ഉം ഇൻഷുറൻസിൻ്റെയൊക്കെ അവസ്ഥ എന്താ? PF-ഉം ESA അടയ്ക്കാത്ത കാരണം നമ്മളുടെ നിലവിലുള്ള ഒരു ആനുകൂല്യങ്ങളും നമുക്ക് ഇവിടുന്ന് റിട്ടയർഡായി പോയവർക്ക് പോലും ഒരു ആനുകൂല്യം കിട്ടാത്ത ഒരവസ്ഥയാണ്. അതാണ് ഇപ്പോൾ നമ്മളുടെ നിലവിലുള്ള അവസ്ഥ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു അംഗം മരിച്ചു പോയിട്ട് അദ്ദേഹത്തിന് എൻ്റെ വിധവയ്ക്ക് കിട്ടാനുള്ള ഒരു ആനുകൂല്യങ്ങളും കൊടുക്കുന്നില്ല. അങ്ങനെ ജനങ്ങൾ, നമ്മുടെ തൊഴിലാളികൾ ഈ കഷ്ടതകൾ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. കോടികൾ തന്നിട്ട് ഓട്ടോകാസ്റ്റ് രക്ഷപ്പെടുന്നില്ലെന്നാണ് പറയുന്നത്. കോടികൾ തന്നു എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഈ കോടികളൊക്കെ ചെലവഴിച്ചത് എങ്ങനെയാണെന്നുകൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച 47 കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിൽ അതൊന്നും തന്നെ കമ്പനിക്കോ സ്ഥാപനത്തിനോ ഉതകുന്ന രീതിയിലല്ല അത് ചെലവഴിച്ചിരിക്കുന്നത്. ഉപയോഗശൂന്യമായ CNC, അനിൽ ഫാർമസ് അടക്കമുള്ള 20ഓളം കോടി രൂപയുടെ മിഷനറികൾ വാങ്ങിച്ചിരിക്കുന്നെങ്കിലും ഇന്നും അതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യൻ റെയിൽവേയുടെ ബോഗി ഇവിടെ നിർമ്മിക്കുന്ന ബോഗി നമ്മളിവിടെ കാസ്റ്റിംഗ് എടുത്തതിന് ശേഷം ആ കാസ്റ്റിംഗ് അലീനിങ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ അനിൽ ഫാർമസ് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സാധനം നമ്മൾ കോയമ്പത്തൂർ കൊണ്ടുപോവുകയാണ്. കോയമ്പത്തൂർ കൊണ്ടുവന്ന് അവരുടെ വാടകയും കൊടുത്ത് അവിടുന്ന് ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും തിരിച്ച് ഓട്ടോകാസ്റ്റിൽ കൊണ്ടുവന്നിട്ടാണ് അസംബ്ലി ചെയ്തിട്ടാണ് നമ്മൾ ബോഗിയായിട്ട് വിടുന്നത്. അപ്പോൾ ഈ കോടികൾ തന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അത് ഇവിടുത്തെ തൊഴിലാളികൾക്കും ഈ സ്ഥാപനത്തിനും ഉപകാരപ്രദമാകുന്ന രീതിയിലല്ല ഇത് ചെലവഴിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇങ്ങനെ ആയിപ്പോയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പതിവായി കടന്നു പോകുന്ന ദേശീയപാതയോട് ചേർന്നാണ് ഓട്ടോകാസ്റ്റ്. ഇവിടെ ഒന്ന് കയറി തൊഴിലാളികളുമായി മുഖാമുഖം സംസാരിക്കണം. പോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.